ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഗംഗൻ അഴീക്കോട്, ഞാൻ വളരെ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാരശ്ശേരി മാഷ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ മുൻ മന്ത്രി, അതുപോലെ മുൻ കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ, ശ്രീമതി കെ ഡി ഉഷ അഡ്വക്കേറ്റ്, സ്വാഗതം ആശംസിച്ച ടി കെ ശക്തിധരൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, മുമ്പ് ഞാൻ ഈ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞു, ശരിയാണ്. അന്ന് തന്നെ ആദ്യം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞൊരു വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ യുക്തിവാദിയല്ല, ഞാൻ ഈശ്വരവിശ്വാസിയാണ്, പക്ഷേ അന്ധവിശ്വാസിയല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. മതം എൻ്റെ സ്വകാര്യതയായിട്ടും ഒരു ജീവിത രീതിയായിട്ടും മാത്രം കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാ നമസ്കാരം, എൻ്റെ നോമ്പ് നമസ്കാരം, ഇതും സക്കാത്തും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ കൊട്ടിഘോഷിക്കുകയോ അത് പ്രകടനമായി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. അതെൻ്റെ സ്വകാര്യത മാത്രമായി കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചപ്പാട്, അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ മതം എന്താണ് മതം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഇവിടെ നേരത്തെ അതിൻ്റെ ആമുഖം വായിച്ചു. സെക്യുലറിസം എന്ന് നമ്മളതിൽ വായിച്ചു. ആർട്ടിക്കിൾ 25 25-ാം അനുച്ഛേദം ഭരണഘടന പറയുന്നത് ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജ്യൻ അതുണ്ട്. അപ്പോൾ മതം കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും ഒക്കെ ഉള്ള അവകാശം ഒരു പൗരന് കൊടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നോ റിലിജ്യൻ, മതമില്ലായ്മയിലും വിശ്വസിക്കാനുള്ള അവകാശം അത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ അത് നമ്മുടെ ഒരു ലെജിസ്ലേഷനിലും കണക്കാക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നു, CAA വന്നു. അതിനകത്ത് 6 മതങ്ങൾ, മറ്റ് 3 രാജ്യങ്ങളിൽ നിന്നുള്ള 6 മതങ്ങൾ മാത്രം അവർക്ക് പൗരത്വം കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമായി അതങ്ങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മതമില്ലാത്ത ഒരാളെന്ത് ചെയ്യും? അതതിനകത്തില്ല, അതാ കാര്യം. അപ്പം മതമില്ല, മതം വേണം എന്ന് നിർബന്ധമാണ് നമ്മുടെ രാജ്യത്ത്. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ഇത് എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതനിരപേക്ഷതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുള്ളപ്പോൾ, അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതൊരു കാഴ്ചപ്പാട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, പണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ ജഡ്ജിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു മാറ്റർ വന്നു, വളരെ വളരെ രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു സമൂഹത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഒരു കുട്ടി വളരെ ചെറുപ്പത്തിലുള്ളക്കാരനായിട്ടുള്ളൊരു കുട്ടിയാണ് വന്നേക്കുന്നത്. അയാൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചു. അയാൾക്ക് എനിക്ക് സംവരണം വേണം, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ സംവരണം വേണം. ഞാൻ ചോദിച്ചു, അതിന് പട്ടികജാതിക്കാരനാണോ എന്ന് നോക്കിയപ്പോൾ അല്ല, എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. കാരണം ഐ ആം എൻ ഓർഫൻ, അയാൾ അനാഥനാണ്. തെരുവോരത്ത് ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയതാണ് ഒരു സന്യാസിനി സമൂഹം. അയാൾ പറയുന്നത് ഞാൻ പറയുന്നു, അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നു ഞാൻ പട്ടികജാതിക്കാരനാണെന്ന്. എനിക്ക് എന്തുകൊണ്ട് സംവരണം കിട്ടിക്കൂടാ? എനിക്ക് എൻ്റെ ജാതി അറിഞ്ഞൂടാ, എൻ്റെ അച്ഛൻ ആരാന്നോ അമ്മ ആരാന്നോ അറിഞ്ഞൂടാ, ഞാൻ വാപ്പായ്ക്ക് ജനിച്ചാന്നോ ഉമ്മായ്ക്ക് ജനിച്ചാന്നോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇതെന്താണ് എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ അത് കിട്ടണ്ടേ? ഞാൻ ആലോചിച്ചപ്പോൾ കാതലായ ഒരു പ്രശ്നമാണത് കേട്ടോ. അത് ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഒരൊറ്റ പ്രീസിഡൻറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ണടച്ച് ഞാൻ പറഞ്ഞു, ശരിയാണ്, അയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഇവിടെ മതമില്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരമാണ്. ഇപ്പം മതമില്ല ഈ കുട്ടിക്ക്. പക്ഷേ അയാൾ പറയുന്നത് അയാൾ ഓർഫനാണ്, അയാൾ പഠിച്ചു, അത് മിടുക്കനാ പഠിക്കാൻ, എല്ലാം ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായേക്കാണ്, വളരെ മിടുക്കനാണ്. ഞാൻ പറഞ്ഞു അയാൾ പട്ടികജാതിക്കാരനായിട്ട് കണക്കാക്കണം, സംവരണം കൊടുക്കാൻ പറഞ്ഞു ഞാൻ. അത് പിന്നെന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഗവൺമെൻറ് തർക്കിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനൊരവസ്ഥ പോലും ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ അനുഭവം പറയുന്നത്. ഇവിടെ നമുക്ക് എത്രയോ സാമൂഹ്യ നായകന്മാർ, സാംസ്കാരിക നായകന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജനിച്ച നാടാണോ നമ്മുടെ നാടെന്ന് നമ്മൾ ഓർക്കുന്ന പോലും ഇല്ല. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ് നമ്മൾ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു, ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരനയ്യപ്പൻ, അതുപോലെ അനീതിക്കെതിരെ പൊരുതാൻ വേണ്ടി, ചെറുക്കാൻ വേണ്ടി
അനീതിക്കെതിരെ അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി ഉണരണം, ക്ഷണം എഴുന്നേക്കണം എന്ന് പറഞ്ഞ് വാഗ്ഭടാനന്ദൻ. ഇവരുടെയൊക്കെ നാടാണോ നമ്മുടേത്? നമ്മൾ ചിന്തിച്ചു പോകും. ഒരു കുട്ടിയുടെ കാര്യത്തിന് കാരശ്ശേരി മാഷുമൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. പന്തീരങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി എടുത്തിട്ട് അടിച്ച് നാശമാക്കി. അപ്പോൾ അവസാനം അതിന് സംഭവിച്ചത് എന്താ? ഇപ്പോൾ ഈ ക്ഷണം എഴുന്നേൽക്കണം, അനീതിയെ ചെറുക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ തിരിച്ചു പറയുന്നു, ഞങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതിനു വേണ്ടി ശബ്ദിച്ചാൽ ഞങ്ങളൊക്കെ എവിടെയാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹം ആ രീതിയിലായിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ആദ്യം, അതായത് ഞാൻ പണ്ട് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ഈ മിശ്രഭോജനം ഉണ്ടല്ലോ, പന്തി ഭോജനം നടത്തി സഹോദരൻ അയ്യപ്പൻ, പുലയനയ്യപ്പൻ എന്നുള്ള പേര് സമ്പാദിച്ചു അദ്ദേഹം. അന്ന് നമ്മുടെ വരേണ്യ വർഗ്ഗക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ പേരാണത്. പക്ഷെ അദ്ദേഹം അന്ന് ചെയ്ത ആ കാരണം കൊണ്ട്, ആ പന്തി ഭോജനം കൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആഘോഷം, ഒരു കല്യാണത്തിന്, ഒരു വിവാഹത്തിന് പോലും ഇരുന്ന് ഒന്നിച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ ബോർഡ് വെച്ചേനെ, ഇവിടെ ബ്രാഹ്മണരുടേത്, ഇവിടെ നായന്മാരുടേത്, ഇവിടെ ഇന്നാരുടേത് എന്ന് ബോർഡ് വെക്കും. ഇവിടെ പട്ടികജാതി കേട്ടോ, ഇവിടെ മുസ്ലിങ്ങൾ, ഇവിടെ ഈഴവർ എന്നുള്ള ബോർഡ് വെച്ച് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ഇടയായത് എന്താണ് കാരണം? സഹോദരൻ അയ്യപ്പൻ ഒരാൾ ഇതാണ് കാരണം. അത്രത്തോളം വലിയൊരു നവോത്ഥാനം ഉണ്ടാക്കിയ ഒരു നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയൊക്കെ കാൽപ്പാടുകൾ പിന്തുടരാനുണ്ടല്ലോ. ഇവിടെ ഇന്നത്തെ സമൂഹം മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ സഹോദരൻ അയ്യപ്പനൊക്കെ ഇതുപോലെ ചവിട്ടേറ്റ് ജീവിച്ച ആളാണ്. ആർക്ക് വേണ്ടി? സമൂഹത്തിന് വേണ്ടി. അതാണ് അവരുടെയൊക്കെ ആ പാത പിന്തുടർന്ന ആളാണ് നമ്മുടെ ശ്രീ പവനൻ. വളരെ വലിയ ഒരു സാഹിത്യകാരൻ, 45-ലധികം പുസ്തകങ്ങൾ എഴുതി. പി വി നാരായണൻ നായർ എന്നുള്ള പേര് അന്ന് അദ്ദേഹത്തിന് പവനൻ എന്ന് ആക്കിക്കൊടുത്ത പി ഭാസ്കരൻ ആണ്. കവിയായ പി ഭാസ്കരനാണ് ആ പേര് അദ്ദേഹത്തിന് മാറ്റി കൊടുക്കുന്നത്, പവനൻ എന്നാക്കി. പവനൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റെന്ന് തന്നെ നമ്മൾ വിചാരിക്കണത്. അങ്ങനെ കാര്യം, ഒരു കൊടുങ്കാറ്റ് പോലെ സമൂഹത്തിൽ ആഞ്ഞടിച്ച ആളാണ്. എഴുത്തുകാരൻ, പ്രശസ്തനായ വലിയ വാഗ്മി, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ആ രാഷ്ട്രീയ പാർട്ടി പത്രപ്രവർത്തകൻ. അവസാനം ആ രാഷ്ട്രീയ പാർട്ടി പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന വന്ന നാടാണ് നമ്മുടേത്. അത് പിന്നെ ജനയുഗത്തിലേക്ക്, അതായത് നമ്മുടെ വളരെ ഒരു പ്രമുഖമായ പത്രമുണ്ടല്ലോ, അതിൽ നിന്ന് അവസാനം അദ്ദേഹം ജനയുഗത്തിലേക്കൊന്നും മാറേണ്ട ഗതികേട് പോലും അദ്ദേഹത്തിന് വന്നുപോയി. അത് നമ്മുടെ നാട്ടിൻ്റെ ആ കാര്യം, നമ്മുടെ നാട് നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ അതിനോടെല്ലാം അന്ന് ഈ അനീതിക്കെതിരെ എല്ലാം പടപൊരുതി നവോത്ഥാന പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോയ ശ്രീ പവനൻ, അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു അവാർഡ് കൊടുക്കാൻ ആർക്കാണെന്ന് ഞാൻ നേരത്തെ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോയി. ശ്രീമതി പാർവതി പവനൻ, ക്ഷമിക്കുക. അപ്പോൾ ആ അവാർഡ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ അവാർഡ് വാങ്ങാൻ ആരാണ് യോഗ്യനെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. കാരണം കാരശ്ശേരി മാഷനാണ്. നിങ്ങളുടെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഈ അവാർഡിനെ സെലക്ട് ചെയ്തേക്കുന്നത് ഏറ്റവും വലിയ സെലക്ഷൻ നടത്തിയേക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങൾ, നമ്മുടെ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി മാഷിൻ്റെ സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, സാമൂഹികമായ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ, ഇതിനെയൊക്കെ വളരെയധികം പിന്തുടരുന്ന ഒരാളാണ് ഞാനിത് നോക്കിക്കാണുന്നതാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ ചാനൽ ചർച്ചകളൊന്നും ഞാൻ കേൾക്കാതിരുന്നാൽ പോലും, പലപ്പോഴും കേൾക്കാറില്ല, എൻ്റേത് പോലും ഞാൻ കേൾക്കത്തില്ലെന്ന് വേണം പറയാൻ. കാരണം ഞാൻ കാണാറേ ഉള്ളൂ, കേൾക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ കാരശ്ശേരി മാഷിൻ്റെ എല്ലാം ഇങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മുഴുവൻ ഞാൻ കേൾക്കും. മാത്രം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും. എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചാൽ എനിക്ക് അവിടുന്ന് വരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് വരുന്നതിന് ഇനി ഒരുപാട് എതിർപ്പുകളുണ്ടാവും കേട്ടോ. കാരണം ഒന്നാമത് ഞാനിങ്ങനെ യുക്തിവാദി സംഘത്തിൻ്റെ ഇതിന് വന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നവുമില്ല. ഹജ്ജ് ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് വലിയ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വകാര്യതയാണ് ഇതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാമൂഹികമായ ഒരു പ്രശ്നത്തിലാണ് ഞാനിപ്പം നോക്കുമ്പോൾ ഇവിടെ മതമാണെല്ലാം. മതമില്ലാത്തവനൊന്നും വേണ്ടേ? ചിന്തിക്കണ്ടേ? മതമില്ലാത്തവന് അവകാശമില്ലേ? അത് നമ്മൾ ചിന്തിക്കണം. മതമില്ലാത്തവൻ നമ്മുടെ ഇന്ത്യൻ പൗരനല്ല എന്ന് ഇപ്പോൾ നമ്മുടെ CAA പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നിങ്ങളൊക്കെ പൗരന്മാരാണോ അല്ലയോ എന്നുള്ളത്.
നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന തരുന്ന ഏറ്റവും വലിയ അവകാശമാണത്. ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതെ ഇരിക്കാനും അത് തുല്യതയാണ്. ആർട്ടിക്കിൾ 14 വരും അതൊക്കെ തുല്യത. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? അത് തിരിച്ചറിയുന്ന ആരുണ്ട്? ഗവൺമെൻറ്റൊക്കെ ഒന്ന് കണ്ണ് തുറക്കണ്ടേ ഈ ഭരണകൂടങ്ങളൊക്കെ? ഇനി കാരശ്ശേരി മാഷുണ്ടല്ലോ, വളരെ വലിയ സമ്പന്നനാണ് കേട്ടോ. എന്തിനാണെന്നറിയാവോ? നേരത്തെ പറഞ്ഞ് ശത്രുക്കളെ സൃഷ്ടിക്കാൻ. കാരണം ഇവിടെ ശരിയായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ആരെയും ഒന്ന് വിമർശിച്ചു പോയാൽ, അല്ലെ സത്യസന്ധമായി എന്തെങ്കിലും കാര്യം ചെയ്താൽ ശത്രുക്കൾ ഒരുപാടുണ്ടാവും. ഞാൻ പണ്ട് പറയാറുള്ളതായപ്പോഴും, ഒരു ജഡ്ജിക്ക് എപ്പോഴും അയാളുടെ മുമ്പിൽ വരുന്ന കേസുകളിലെ പകുതി ആളുകൾ ഉറപ്പായിട്ട് ശത്രുക്കളാണ്. കാരണം തോറ്റു പോകുന്നവർ ശത്രു ഏതായാണ്ട് പിന്നെ എങ്ങനെയായാലും രണ്ടുപേർക്കൊന്നും കൂടെ ജയിക്കാൻ ഒക്കത്തില്ലല്ലോ. ഒരാൾക്ക് അല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. തോക്കുന്നവൻ ശത്രുവാണ്, സർട്ടൻ എനിമി എന്ന് പറയാം. അപ്പോൾ ജയിക്കുന്നവനോ ഹീസ് എ ഡൗട്ട്ഫുൾ ഫ്രണ്ടെന്ന്. അത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല സുഹൃത്താണെന്ന്. കാരണം അയാൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ആൾ ജയിച്ചതിന്. അയാൾ പറയും, എനിക്ക് നല്ല പണമുള്ളതുകൊണ്ട് ഞാൻ ഒരു നല്ല വക്കീലിന് വെച്ചു, അത് വക്കീലിന് പോയി ക്രെഡിറ്റ്. പിന്നെ ചിലർ പറയാം, അത് ദൈവം വിചാരിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിനാണ് ക്രെഡിറ്റ്. പിന്നെയോ നമ്മൾ ബാക്കി എനിക്ക് ഭാഗ്യം കൊണ്ട്, ഭാഗ്യമാണ്. നീതിമാനായ ഒരു ജഡ്ജി മൂലം ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് ഒരു 5% ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ബാക്കി മാഷിനെ പോലെ ഏതാണ്ട് 95% ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള 23 വർഷത്തെ എൻ്റെ ജഡ്ജി ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള കേസുകളിലെ 5% ഒഴിച്ച് ബാക്കി മുഴുവൻ എനിക്ക് ശത്രുക്കളാണ്. 95% എനിക്കുണ്ട്. പിന്നെ ഇതുപോലെ ഇരുന്ന് പറയുമ്പോൾ അന്തസ്സായിട്ട് പറയണം. അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വാഗ്ഭടാനന്ദൻ്റെ പേരിലുള്ള അവാർഡ് എനിക്കായിരുന്നു ഒരു വർഷം കിട്ടിയത്. ഏതായാലും ഇത് പറയാൻ നമ്മൾ തയ്യാറാവണം, തൻ്റെ ഇടത്തോടുകൂടി പറയണം. അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ് ശ്രീ പവനൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് കാരശ്ശേരി മാഷിന് കൊടുക്കുമ്പോൾ കാരശ്ശേരി മാഷൻ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, സമ്പന്നനാണ് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിലെന്ന്. കാരണം വിളിച്ചു പറയും. അദ്ദേഹത്തിന് തോന്നുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം മനസ്സിൽ തോന്നുന്നത് പെട്ടി തുറന്ന് പറയും. ആ പറയാനുള്ള ധൈര്യം തൻ്റെ ഇടമുണ്ടല്ലോ, അതാണ് ഒരു പൗരൻ്റെ ആവശ്യം, അതാണ് സമൂഹത്തിന് ആവശ്യം. അങ്ങനെയുള്ള ആളുകളെയാണ് സമൂഹത്തിന് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ഈ അവാർഡ് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മതമേലധ്യക്ഷന്മാരുടെ കാര്യമൊക്കെ ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചൊക്കെ. പണ്ട് ഒരു കേസ് എടുക്കാനിടയായിപ്പോയത് കൊണ്ട് അതിനകത്ത് നേരായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചത് മൂലം ഒരുപാട് എതിർപ്പുണ്ടായി. എന്നെക്കുറിച്ചൊക്കെ പുസ്തകത്തിനകത്തൊക്കെ എഴുതി വെച്ചേക്കാണ്, ആത്മകഥയെന്നും പറഞ്ഞ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ഉണ്ട്. ശല്യമാണ് ഇത്. ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു വലിയ ഉപദ്രവങ്ങളുണ്ടാവും. പിന്നെ ഇതൊന്നും ഗവനിക്കരുത്. ഇതിങ്ങനെ പറയും. അത് വൈൽഡ് ക്രൈസ്, വനരോധനങ്ങളായിട്ട് നമ്മളങ്ങ് കളഞ്ഞേക്കണം അതിനെയൊക്കെ. അങ്ങനെ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ പോകുമ്പോൾ ഇനി ആയാലും ശരി തോന്നുമ്പോൾ ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ, അതായത് അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഒരുപാട് വളരെ അങ്ങ് വർദ്ധിച്ചേക്കല്ലേ ഇപ്പോൾ, വളരെ കൂടുതലല്ലേ അന്ധവിശ്വാസം. അതായത് ഇവിടുന്ന് ഇലക്ഷൻ തുടങ്ങുമ്പോൾ വികസനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അത് വികസനം വർഗീയതയ്ക്ക് വഴിമാറുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇതിലുള്ള കാഴ്ചപ്പാടാണ് ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും ഉള്ളത്. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും ജനങ്ങൾ? ഞാൻ പറയുന്നത് ഇതെല്ലാം കളയണം. ഈ മതങ്ങളുണ്ടല്ലോ, അതുമൂലം നമ്മുടെ മനസ്സുകളെ വേലി കെട്ടി തിരിക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം. കാരണം എല്ലാ നാനാജാതി മതസ്ഥരുള്ള ആളുകൾ, അതുപോലെ 900-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. ഈ വൈവിധ്യമല്ലേ ഇന്ത്യയുടെ സൗന്ദര്യം? അതില്ലാതാക്കുകയല്ലേ ഇപ്പോൾ. ഞാനൊരു നല്ല ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു നല്ല മുസ്ലിമുമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി, എനിക്ക് മതമില്ല എന്ന് പറഞ്ഞിരുന്ന ജവഹർലാൽ നെഹ്റു, ഇവരുടെയൊക്കെ നാടല്ലേ നമ്മളത്? ഇവരെയൊക്കെ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഇപ്പം ഗാന്ധിജിയെ വീണ്ടും തട്ടിക്കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അദ്ദേഹത്തെ അകത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് പതുക്കെ എടുത്തു തുടങ്ങി. അവിടെയൊക്കെ നമസ്കരിക്കാനും അത് ഗാന്ധിജിയാണെന്നും ഗാന്ധിജിയെ എനിക്ക് അറിയാമെന്നും പറയാനുള്ള ഇട ഇപ്പോൾ ഉണ്ടാകുന്നു. വളരെ ഭാഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഗാന്ധിജിയെ നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു. അറ്റൻബറോ വന്നതുകൊണ്ട് മാത്രം ഗാന്ധിജിയെ മനസ്സിലാക്കി എന്ന് പറയുന്ന ഭരണാധികാരികളുള്ള നാടാണ് നമ്മുടെ. ആലോചിച്ച് നോക്കിയുള്ളൂ. ഇങ്ങനെ പോകുന്നു കാലം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ആൾക്ക് ഈ അവാർഡൊക്കെ കൊടുത്ത് ഇവരെയൊക്കെ ഇങ്ങനെ ഇനി കൂടുതൽ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ശ്രീ ഭവൻ്റെ പേരിലുള്ള ഈ അനുസ്മരണം, അത് ഈ സമ്മേളനം ഞാൻ ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും.
കാരണം നേരത്തെ ഒരാൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 31 ഒരു സംശയം ചോദിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ പറയണമെങ്കിൽ എങ്ങനെയായാലും ഒരു 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. കാരണം എനിക്കതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയ്ഡഡ് മേഖലയിൽ തോന്നുന്നത് പോലെ ഇവിടെ ഈ ഒരു സംവരണവും പാലിക്കാതെ ഇത് കൊടുക്കുകയാണ്. ആ രീതിയിലേക്ക് അവർ അപ്പോയിൻമെൻറ്റ് നടത്തുകയാണ്. എന്നാൽ നടത്തട്ടെ, നല്ല മിടുക്കരെ എടുക്കട്ടെ. ജാതിയും മതവും വർഗവും ഒന്നും അല്ല ഇവിടെ നോക്കേണ്ടത്. ഏറ്റവും നല്ല ആളുകൾ ആരുണ്ട് എന്ന് നമ്മൾ നോക്കണം. ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നേ അതേ ഉള്ളൂ. ഒരു അഭിഭാഷകൻ അയാൾ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. അയാൾ അതിൽ ഏറ്റവും കൊള്ളാവുന്നവൻ അയാളാണോ, അതിൽ കൊള്ളാവുന്ന ആൾ വേറെ ഉണ്ടോ എന്ന് നോക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നോക്കുന്നില്ല. ഇതെല്ലാം ഇവിടെ അങ്ങനെ അങ്ങ് വീതം വെച്ച് പോവുകയാണ് ഓരോ കാര്യങ്ങൾ. വീതം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മതമില്ലാത്ത നിങ്ങൾ എവിടെ പോയി നിൽക്കും? വീതം വെക്കുമ്പോൾ എങ്ങനെ പോയി നിൽക്കും? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയി നിൽക്കും? അത് ചിന്തിക്കണം. ഈ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർ ജാതിയും മതവും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവർ വളരെ നല്ല, അവർക്ക് സമൂഹത്തെ അവർക്ക് ആവശ്യമാണ്. അതിന് കാരണം എന്തെന്നറിയോ? മതത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ അല്ല അവർ സമൂഹത്തെ കാണാൻ പോകുന്നത്. വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ ഈ നാടിനെ കാണുന്നത്, സമൂഹത്തെ കാണുന്നത്. അതിനു വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഇവിടുത്തെ പൗരന്മാരാണ്. മതവിശ്വാസി എന്നുള്ളതുപോലെ തന്നെ തുല്യമായ അവകാശമുള്ളതാണ് മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.